ഇന്നലെ വന്ന മാംസ് വന്നിട്ട് ആദർശനയും ഷീജ എന്ന് പറയുന്നൊരു പുതിയ മാമുമാണ് ഇന്നലെ വന്നത്. ആ മാമും ജിൽഷയും കൂടെ ഇന്നലെ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയായിരുന്നു. ഇന്നലെ രാവിലെ ഒരു 7 മണിക്ക് പോകും, ഉച്ചയ്ക്ക് 1 മണിക്ക് വരും. ഇതിൻ്റെ ഇടയ്ക്ക് മാംസ് കയറി എൻ്റെ റൂമിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത്, നമ്മൾ 11 വരെ ഒരു റൂമിൽ കയറി ചെക്ക് ചെയ്ത് എൻ്റെ ബാഗ് മാത്രം. ഇത് ഞാൻ രാത്രിയാണ് അറിയണത് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഈ സംഭവം അറിഞ്ഞ് മാംസ് വന്ന് എൻ്റെ ബാഗ് മാത്രം ചെക്കിങ് ചെയ്ത് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്ന് അവർക്ക് ഡൗട്ട് വന്നു. എന്നിട്ട് എന്ത് 7:30 ആയപ്പം ജിൽഷ വന്നിട്ട് മാംസ് രാവിലെ ബോയ്സിനെ കൊണ്ട് 8 മണിക്ക് വരും, 4 മണിക്ക് അവർ പോകും കേട്ടോ. ജിൽഷ നൈറ്റ് 7:30 ആയപ്പം റൂമിൽ കയറി വന്നിട്ട് നമ്മുടെ അടുത്തെല്ലാം ഇറങ്ങാൻ പറഞ്ഞ് ഒരു കൊച്ചിനെ മാത്രം അകത്തിരുത്തിയിരുന്നു. എന്നിട്ട് ജിൽഷ നമ്മളെല്ലാം വെളിയിലാക്കിയിട്ട് അവളുടെ അടുത്ത് മാത്രം എന്തോ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് എന്നെ വിളിച്ച് എന്നെ മാത്രം റൂമിൽ ഇരുത്തി ഒരു മണിക്കൂർ അടുപ്പിച്ച് സംസാരിച്ച്. നിൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കണമെന്ന് അറിയാനുസരിച്ച് ഫോൺ എടുത്ത് താന്ന് പറഞ്ഞ്. മാമായിട്ട് പിടിച്ചാൽ പ്രിൻസിപ്പളിൻ്റെ കൊടുക്കും, ഞാനായിട്ട് കൊടുത്താൽ ജിൽഷ മാം തന്നെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് തറപ്പിച്ച് പറഞ്ഞു, പ്രോമിസ് ചെയ്ത് പറഞ്ഞു. എന്നിട്ടും വിശ്വസിക്കില്ല. ലാസ്റ്റ് 1 മണിക്കൂറൊക്കെ ആവാറായപ്പോൾ എനിക്ക് നല്ല തല പെരുത്ത് കയറി. ഞാൻ പറഞ്ഞു മാം എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഇവിടുത്തെ ടോർച്ചറിങ്. ഞാനേ കുറച്ച് മുമ്പാണ് ഈ സംഭവം പറഞ്ഞ് എൻ്റെ ബാഗ് ചെക്ക് ചെയ്തെന്നൊക്കെ. വേണമെങ്കിൽ ഇപ്പോഴും ചെക്ക് ചെയ്താൽ മാം, ബോഡി ഫുള്ള് ചെക്ക് ചെയ്ത് എനിക്ക് ഓക്കെ, ഞാൻ നേരെ എപ്പോൾ വേണം എങ്ങനെ വേണം ചെക്ക് ചെയ്തതെന്ന് പറഞ്ഞു. എന്നിട്ട് ശരി നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഫോൺ എടുത്ത് തരൂലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാം എൻ്റെ ഫോൺ ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ നല്ല സൗണ്ട് നിർത്തി പറഞ്ഞു മാം ഇനിയും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ പോകുമ്പോൾ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ അടുത്ത് അവരുടെ അടുത്ത് സംസാരിച്ചാൽ എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. ഉടനെ ദേഷ്യത്തിൽ എണീറ്റ് പോയി, കഥ തുറന്ന് എണീറ്റ് പോയി.